ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല, ബാധിക്കില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനൊക്കെ, ആൻഡ് കമൻറ്റ് ചെയ്യുക. എത്രയും നിങ്ങൾ എൻ്റെ വീഡിയോസിനെ കൂടെ ഇൻട്രാക്ട് ചെയ്യണു അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ജനറൽ റീഡിങ്സിൽ എനർജി ടാപ്പിംഗ് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോസ് കൂടുതൽ റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ സ്റ്റെപ്പ് മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റായി റീഡിംഗ് വേണം വെച്ചാൽ അതും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് റീഡിങ്ങിൽ നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ഒരു ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റും ചെയ്യാം. അവിടെ എനിക്ക് എല്ലാം ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അതിൻ്റെ മുമ്പേ എനിക്ക് നിങ്ങളോട് താങ്ക് യു പറയാണ്ടായിരുന്നു. നിങ്ങളുടെ പ്രീവിയസ് വീഡിയോ നല്ല ലൈക്സ് കിട്ടി, വ്യൂസും കിട്ടി, കമൻസും ഉണ്ടായി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നിങ്ങളുടെ വീഡിയോ ഞാൻ വേഗം റിലീസ് ചെയ്യണത്. ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം ആൻഡ് ആക്ഷൻ, അവരെന്താ എടുക്കാൻ പോണേ, ഇതൊക്കെ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിങ് നമ്മൾക്ക് ഇപ്പോൾ തുടങ്ങാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓവറോൾ എനർജി. 2 ഓഫ് കപ്സ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജിയാണ്. 2 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ? റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? ലവേഴ്സ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് 4 ഓഫ് കപ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്, ബ്ലോക്കേജ്, ഏസ് ഓഫ് വോൺസ് ആണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഏറ്റവും വലിയ ബ്ലോക്ക് 5 ഓഫ് വോൺസ്. അപ്പോൾ ഏരീസ്, ഞാൻ ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ 2 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ സൈഡിന് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് കുറേ സ്ട്രോങ് ആണ്. അവർക്കും ഈക്വൽ ഫീലിങ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഈ സമയത്ത് ഈ പേഴ്സണിൻ്റെ എനർജി കുറച്ചൊരു ഇംബാലൻസ്ഡ് ആണ്. മേ ബി ഈ ഇംബാലൻസ് ഒരു ഇൻഡിസിഷൻ്റെ കാരണമായിരിക്കാം. അവർ ഷുവർ ആയിരിക്കില്ല ഈ സമയത്ത് നിങ്ങളുടെ ഇവനെ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയില്ലേന്ന്. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ പറഞ്ഞാൽ കുറേ വേറെ കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും, വേറെ പ്രയോറിറ്റീസ് ഉണ്ടാവും. അവരുടെ ജോലി, പിന്നെ സോഷ്യൽ ലൈഫ്, ഫ്രണ്ട്സ്, റിലേഷൻഷിപ്പ് എല്ലാം കൂടിയും അവർക്ക് കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമായിരിക്കാം, അതും ആവാം. പക്ഷെ നിങ്ങളുടെ കറണ്ട് എനർജി ഈ സമയത്ത് കറണ്ട് സിറ്റുവേഷൻ്റെ എനർജി പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ രണ്ടാളും ട്രൈ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. എന്ന് വെച്ചാൽ രണ്ടാളുടെയും ഇവിടെ എനർജി കുറെ സ്റ്റേബിൾ ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും സെയിം പേജിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വേണം. ആൻഡ് നിങ്ങൾ ജെന്വിൻലി ഇതിൽ എഫേർട്ട് ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളുടെ സൈഡിൽ 2 ഓഫ് കപ്സ് ആണ്, 6 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ ലവിൻ്റെ ഫീലിംഗ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഓറൽസ് ഈ പേഴ്സൺ കുറെ നിങ്ങൾക്ക് എഫെക്ഷൻ കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് അത്ര ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇംബാലൻസ് ഞാൻ കാണുന്നുണ്ട്. ഈ ഇംബാലൻസ് എന്താണ്? ക്വീൻ ഓഫ് സോർഡ്സ്. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ കുറച്ചൊരു റിസർവ് ടൈപ്പ് ആയിരിക്കാം. അവരുടെ പാസ്റ്റിലും ഞാൻ ഒരു റിലേഷൻഷിപ്പ് കണ്ട് അത് വർക്കൗട്ട് ചെയ്തില്ല. ഓറൽസ് ഈ പേഴ്സൺ ഒരു ഡിവോഴ്സി ആയിരിക്കാം. ഓറൽസ് അവരുടെ പാർട്ട്ണറുടെ അടുത്ത് സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് അവർ കുറച്ചൊരു ഓപ്പൺ അപ്പ് ആവാൻ അവർക്ക് കുറച്ച് സമയം എടുക്കാറുണ്ട്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? പേജ് ഓഫ് വോൺസ്. ഈ പേഴ്സണെ നിങ്ങൾ റീസെൻ്റ്ലി ആണോ മീറ്റ് ചെയ്തത് അറിയില്ല, പക്ഷേ
അവർ നിങ്ങളെ കാണുന്നത് ഒരു പാഷനറ്റ് പേഴ്സൺ ആയിട്ടാണ്. പക്ഷെ ഇവിടെ ട്രസ്റ്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങളെ കംപ്ലീറ്റ്ലി ഇതുവരെ ട്രസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. എന്നുവെച്ചാൽ അവര് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ഇവിടെ എംപറർ എനർജി, അവർക്ക് അറിയാം നിങ്ങൾ കുറെ ഒരു ഫെയർ ആൻഡ് ബാലൻസ്ഡ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെന്ന്. പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇത് വർക്ക്ഔട്ട് ചെയ്യോ, ഇത് ശരിയാവുമോ, അവർക്ക് അങ്ങനെ കുറെ ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോ പേജ് ഓഫ് പെന്റിക്കിൾസ് എന്താണ് ഇവിടെ കറന്റ് സിറ്റുവേഷൻ? അപ്പൊ ഇവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. ഈ എൻഡിങ് കഴിഞ്ഞിട്ട് ഇതൊരു പുതിയ ബിഗിനിങ് ആയിരിക്കാം. അപ്പോ മേ ബി നിങ്ങൾ രണ്ടാളും മുമ്പും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു, കണക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇത് കറന്റ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇത് പാസ്റ്റ് ആവാൻ വഴിയില്ല. ഇവിടെ എന്തോ ഒരു എൻഡിങ് ഞാൻ കണ്ട, ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഇവിടെ ഷുവർ അല്ല. ഓക്കെ, പേജ് ഓഫ് പെന്റിക്കിൾസ് ഒരു ചെറിയ ഓഫറാണ്, ഒരു ചെറിയ ബിഗിനിങ് ആണ്, സ്മോൾ ബിഗിനിങ്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു എൻഡിങ് കാണുന്നത്. എന്ന് വെച്ചാൽ മേ ബി ഒരു പേഴ്സൺ ഇവിടെ കുറച്ചുകൂടി കൂടുതൽ എക്സ്പെക്ടേഷൻസ് ആയിരിക്കാം, മറ്റേ പേഴ്സൺ അതിന് മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി ആയിരിക്കാം. സ്കോർപിയോ എനർജി ഇവിടെ കാണാണ്ട്. ഈ ഡെത്തും 8 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ഇവിടെ? അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, വേറെ എനിക്ക് മെസ്സേജ് ഇവിടെ എന്താ കിട്ടുന്ന വെച്ചാൽ മേ ബി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറെ സമയമായി, പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് കുറെ സമയമായിട്ടുണ്ട്, പക്ഷെ ഇത് മുമ്പോട്ട് പോണില്ല. അത് ഇപ്പോഴും ഒരു പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയിൽ സ്റ്റക്കപ്പ് ആയിട്ടുണ്ട്. മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സണ് കമ്മിറ്റ്മെന്റ്, ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് വേണം എന്നുണ്ടാവും. ആൻഡ് മറ്റേ പേഴ്സൺ അത് തരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കാം. നിങ്ങളുടെ സൈഡിന്റെ ഫീലിങ്സ് ഞാൻ കാണുന്നത് കുറെ സ്ട്രോങ് ആണ്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ജെമിനൈ എനർജി ഉണ്ട് ഇവിടെ. അപ്പൊ ഈ ലവേഴ്സ് ചില സമയത്ത് ലവേഴ്സ് ഒരു ചോയ്സിന്റെ എനർജിയും ആവാം. അപ്പോ ഡെവിൽ, കാപ്രിക്കോൺ എനർജി. ഞാൻ പറഞ്ഞ മാതിരി മേ ബി നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു ചോയ്സും ഉണ്ടാവാം. ഓറൽസ് നിങ്ങൾ ഈ പേഴ്സണെ പറഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കാം ഈ ഡെവിൽ കാണുന്നത്. എന്ന് വെച്ചാൽ ഡെവിൽ കുറച്ചൊരു ടോക്സിക് എനർജിയാണ്, ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. പക്ഷെ ഈ സ്റ്റാഗ്നേഷനിൽ നിങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് സ്റ്റാഗ്നേഷന് പുറത്തു വരണം എന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം എന്നുണ്ട്. നിങ്ങൾ സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യേണ്ട വെച്ചാലും ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്നുണ്ട്. ആൻഡ് നിങ്ങൾ മേ ബി ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് അതങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ അങ്ങനെ പ്ലാൻ ഉണ്ടാവും. ഈ പേഴ്സൻ്റെ എനർജി 4 ഓഫ് കപ്സ് ആണ്. ഇവർ ആക്ച്വലി കുറെ ബോർഡ് ആൻഡ് ഡിസ്ഇൻട്രസ്റ്റഡ് മാതിരിയാണ് കാണുന്നത്. ഈ 4 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് അവരുടെ എനർജി? ഓരോ അവർക്ക് തോന്നുന്നത് നിങ്ങൾ ബോർഡ് ആൻഡ് ഡിസ്ഇൻട്രസ്റ്റഡ് ആണെന്ന്. എന്നുവെച്ചാൽ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളുടെ ഡിസിഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. മെജിഷ്യൻ, ഇവർ ആക്ച്വലി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ഡിസിഷൻ ഇവിടെ എടുക്കാണ്ട്, നിങ്ങൾക്കോ ഈ പേഴ്സണോ, അത് ഇവിടെ ക്ലിയർ അല്ല. പക്ഷെ ആ ഡിസിഷന്റെ കാരണമാണ് ഇത്രയും ഒരു സ്റ്റാഗ്നേഷൻ ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ബ്ലോക്ക് ഏസ് ഓഫ് വോൺസ് ആണ്. ഏസ് ഓഫ് വോൺസ് ഒരു പാഷന്റെ എനർജിയാണ്, പക്ഷെ അത് ഒരു ആക്ഷൻ എടുക്കുന്ന എനർജിയും കൂടിയാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്താ വെച്ചാൽ ഇവിടെ ആക്ഷൻ ഇല്ല. ഏസ് ഓഫ് ഇവിടെ കുറെ സ്ലോ മൂവിങ് എനർജിയാണ്. ആൻഡ് എന്തോ ഇവിടെ ഒരു ഹെസിറ്റേഷൻ ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഓക്കെ, നിങ്ങൾ മേ ബി കമ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ സമയത്ത് മേ ബി കമ്മിറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്യൂ. ഓറൽസ് നിങ്ങൾക്ക് റെഡി അല്ല എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇല്ല ഫിനാൻഷ്യലി നിങ്ങൾ റെഡി അല്ല, അങ്ങനത്തെ ഒരു പേടി ഉണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു ഫിയർ ഉണ്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യണത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആക്ഷൻ എടുക്കാത്ത, ഈ പേഴ്സണിന് ഒരു കമ്മിറ്റ്മെന്റ് തരാത്ത. ഓറൽസ് ഓപ്പോസിറ്റ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഇൻട്രസ്റ്റഡ് അല്ല ഈ റിലേഷൻഷിപ്പിൽ. ഈ പേഴ്സന്റെ ഏറ്റവും വലിയ ബ്ലോക്ക് 5 ഓഫ് വോൺസ് ആണ്. അപ്പൊ ഇതൊരു കോമ്പറ്റീഷന്റെ എനർജിയാണ്, കോൺഫ്ലിക്റ്റിന്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഓറൽസ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. ഈ 5 ഓഫ് വോൺസ് എന്താണ് ബ്ലോക്ക്?
ഫോർ ഓഫ് പെൻറ്റിക്കിൾസ്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ വിഡ്രോ ചെയ്തിരിക്കണേ. എന്ന് വെച്ചാൽ അവർക്ക് ഈ സിറ്റുവേഷനിൽ ഒരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. മേ ബി ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ സൈഡിലാവാം, ഓറൽസ് ഈ പേഴ്സന്റെ സൈഡിലാവാം. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവാത്തത്. ഇവിടെ ഞാൻ ആ തേർഡ് പാർട്ടി കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരിഡ് ആണ്. ഓക്കെ, എംപററും എംപ്രസ് ഇവിടെ ഒരു ഡിവൈൻ പെയറാണ്. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ബ്ലോക്ക്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഡിസിഷൻ ഓർ ആക്ഷൻ എന്താ ഉണ്ടാവുക? ഏരീസിന്റെ സൈഡിൽ നിന്ന് ഏരീസ് എന്താണ് ഡിസിഷൻ ആക്ഷൻ എടുക്കാൻ പോണത്? 3 of Swords. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിന്റെ ആക്ഷൻ ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ മേ ബി ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാൻ ആണ് ഡിസൈഡ് ചെയ്യാണ്. ഓരോ ഈ പേഴ്സൺ ആയിരിക്കും ആ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. ഫൂൾ ഈ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ സൈഡിൽ ഒരു തേർഡ് പാർട്ടി കാണാണ്ട്, അത് മാത്രമല്ല ഒരു എൻഡിങ്ങും കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സൺ അതുകൊണ്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോണു. എന്നുവെച്ചാൽ നിങ്ങളുടെ ഈ എനർജി സിംഗിൾ പേഴ്സന്റെ എനർജിയാണ്. അപ്പൊ എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക? വേറെ മെസ്സേജ് എനിക്ക് ഇവിടെ കിട്ടുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ എന്തോ ഒരു ഇൻഫർമേഷനും കിട്ടുന്നുണ്ട് നിങ്ങളെ കുറിച്ച്. അതുകൊണ്ടും ഇവിടെ ഒരു എൻഡിങ് ഉണ്ടാവാൻ വഴിയുണ്ട്. ഓർ മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു കോൺവെർസേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഈ എൻഡിങ് ഉണ്ടാവണേ. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ഔട്ട്കം 10 of Wands ആൻഡ് സ്റ്റാർ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോണത്. നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് പോണത്. എന്തോ പാസ്റ്റിന്റെ ബാഗേജ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇവിടെ ഹീലിംഗ് ഉണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹീലിംഗിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോണേ. അതാണ് ഔട്ട്കം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിന്റെ. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജസ്? നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ നിന്ന് എന്താ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? I am grateful for the spiritual lesson. അപ്പോൾ ഈ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് എൻഡിങ് ഉണ്ടാവുമ്പോഴും അതൊരു നല്ല പറഞ്ഞ ഒരു എമിക്കബിൾ എൻഡിങ് ആണ്. ഐ എം സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് അവർ കണക്ഷൻ. ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ലവ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ എക്സ്പെക്ടേഷൻസ് വേറെ എന്തോ ആണ്. അത് മാത്രമല്ല ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവുകൊണ്ടും മേ ബി ഒരു എൻഡിങ് ഉണ്ടാവും. ഐ വോണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ പറഞ്ഞ മാതിരി ഇത് നിങ്ങളുടെ എനർജി ആവാം, അവരുടെ എനർജി ആവാം. പക്ഷെ ഇത് ഈ പേഴ്സന്റെ മെസ്സേജാണ് നമ്മൾ നോക്കണത്. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ അവർക്ക് വേണം എന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യില്ല എന്നാണ് എനിക്ക് ഔട്ട്കം കിട്ടുന്നത്. യു കെയിം ക്ലോസർ ദാൻ എനി വൺ. അപ്പോൾ നിങ്ങളുടെ മാതിരി ആ കണക്ഷൻ ഈ പേഴ്സൺ വേറെ ആരുടെയും കൂടെ ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് അതാണ് ഇവിടെ മെസ്സേജസ്. ഏരീസ് മേ ബി ഈ സിറ്റുവേഷൻ നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും ചിലപ്പോൾ മാറും. നമ്മൾക്കത് നെക്സ്റ്റ് മന്ത് എടുക്കാം. പക്ഷേ ഈ മാസത്തിന് വേണ്ടിയിട്ട് ഇതാണ് മെസ്സേജ്. ഇത് റെസൊനേറ്റ് ആയിച്ച മെസ്സേജ് ഈ കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എൻ്റെ വെബ്സൈറ്റിൽ പോയി അവിടെയും നിങ്ങൾക്കൊരു വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ കിട്ടും. ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. അതല്ല വെച്ചാൽ എൻ്റെ വാട്സാപ്പ് ചാറ്റിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ട് അത് സ്ക്രീനിലുണ്ട്. അപ്പോൾ അത് ചെക്ക് ഔട്ട് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.